ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. മാന്യസദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വിഷയം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എൻ്റെ അഭിമാനം എന്നതാണല്ലോ. ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. എന്നാൽ ഗുരുദേവന് മുൻപേയുള്ള കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴിയിലൂടെ കേവലം മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. നല്ല വിദ്യയോ ജോലിയോ അതേപോലെ സദ്ദേവന്മാരെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ. അതേപോലെ ഗുരുദേവൻ മരുത്തോമലയിൽ നിന്നും സമാധിതനായി താഴേക്കിറങ്ങിയപ്പോൾ എന്താണ് കണ്ടത്? കഷ്ടം ദീനം പിടിച്ചോ മധുരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ഇവിടെ കുളിക്കാതെ നനക്കാതെ കഴിയുന്ന വൃത്തിഹീനരായ ഒരു കൂട്ടം ജനങ്ങൾ, അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ കഴിയുന്നവർ, അവരെ സംഘടനകളിലൂടെ മാത്രമേ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഗുരുദേവന് മനസ്സിലായി. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് കുളിസംഘവും ബാവൂട്ടി സംഘവും ഒക്കെ രൂപപ്പെടുത്തിയത്. കുളിസംഘത്തിലൂടെ കുളിക്കാത്ത ജനതയെ കുളിപ്പിക്കുവാനും നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുവാനും അതോടൊപ്പം വിദ്യാലയങ്ങൾ നിർമ്മിച്ച് വിദ്യ നൽകുവാനും ആരാധനാലയങ്ങൾ നിർമ്മിച്ച് ആരാധന സ്വാതന്ത്ര്യം നൽകുവാനും അതോടൊപ്പം തന്നെ കൃഷി, കച്ചവടം എന്നിവയെല്ലാം തന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഒരു ഗുരുദേവൻ തൻ്റെ തപസ്സി ശക്തി നഷ്ടപ്പെടാതെ തന്നെ തൻ്റെ ധർമാനുഷ്ഠാനങ്ങൾ ഒട്ടും തന്നെ ചോർന്നു പോകാതെ ജനമധ്യത്തിലേക്ക് ഇറങ്ങി കർമ്മനിരതനായി മാറുകയാണ് ചെയ്തത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം 1903 ജനുവരി 7-ാം തീയതി അരുവിപ്പുറത്ത് ഗുരുദേവൻ നട്ട മാവിൻ്റെ ചുവട്ടിൽ എല്ലാവരും കൂടി ഒരിക്കൽ ഒത്തുകൂടി. അതിൽ നിന്നാണ് ആദ്യമായിട്ട് അരുവിപ്പുറം SNDP യോഗം ഉദയം കൊണ്ടത്. അതിൻ്റെ ആദ്യത്തെ ആജീവനാന്ത പ്രസിഡന്റായി ഗുരുദേവനെയും വൈസ് പ്രസിഡന്റായി ഡോക്ടർ പൽപുവിനെയും അതേപോലെ ജനറൽ സെക്രട്ടറിയായി മഹാകവി കുമാരനാശാനെയുമാണ് തിരഞ്ഞെടുത്തത്. ഒരു സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ അംഗസംഖ്യയിലാണല്ലോ നിലനിൽക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ അംഗസംഖ്യ കൂട്ടുന്നതിനുള്ള തിരക്കിലായിരുന്നു. ഇന്നിപ്പോൾ 6000-ത്തിലധികം ശാഖകൾ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഒക്കെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിലെ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അധീനമായി പ്രായഭേദ വ്യത്യാസമില്ലാതെ ഏവരെയും കൈപിടിച്ചുയർത്തുന്ന ഒരു സംഘടന. യുവജനങ്ങൾക്കായി യുവജന സംഘവും യുവതികൾക്കായി യുവതി സമാജവും അതേപോലെ കുട്ടികൾക്കായി ബാലസംഘവും പെൺകുട്ടികൾക്കായി കുമാരി സമാജവും പ്രായം ചേർന്നവർക്കായി മാതൃസംഘവും ഒക്കെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടനയായി ഇന്ന് മാറിക്കഴിഞ്ഞു. തൊഴിൽ രംഗത്ത് പറയുകയാണെങ്കിൽ തൊഴിലിൽ പിന്നാക്കം നിൽക്കുന്ന തൊഴിൽ രഹിതരായവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് സ്വന്തം നൈപുണികളെ ഉയർത്തുന്നതിനാവശ്യമായ ക്ലാസുകൾ നയിക്കുന്നു. മറ്റ് കമ്പനികളുമായി ചേർന്ന് ജോബ് ഫെയർ പോലെയുള്ള നടത്തിക്കൊണ്ടുവരുന്നു. അതുപോലെ മൈക്രോ ഫിനാൻസ് സംരംഭങ്ങളും ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് മുൻനിരയിലേക്ക് എത്തുന്നതിനുള്ള സകല മാർഗങ്ങൾ ഇതിലൂടെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസപരമായി പറയുകയാണെങ്കിൽ പഠന സഹായങ്ങൾ, സ്കോളർഷിപ്പുകൾ, പലവിധത്തിലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസുകൾ എന്നിവയെല്ലാം നൽകി വരുന്നു. ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രക്തദാനം ക്യാമ്പുകൾ, അതേപോലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും ചികിത്സാ സഹായവും ഒക്കെ നൽകി വരുന്നു. പിന്നെ സാമൂഹ്യ രംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുദേവ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ സഹോദരങ്ങളെ എല്ലാവരെയും കൈപിടിച്ചുയർത്തുന്നതിനും ഭവനരഹിതരായവർക്ക്
വീട് നൽകുന്നതിനും പഠന സഹായം നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനും ഒക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എല്ലാ രീതിയിലും എപ്പോഴും നമ്മോടൊപ്പം ഓടിയെത്തുന്ന ഒരു കൂട്ടം സഹോദരങ്ങൾ SNDP യൂണിയനിൽ ഉണ്ടെന്നുള്ളത് നമുക്കേറെ അഭിമാനിക്കാമെന്നുള്ളതാണ്. ഇന്ന് എനിക്ക് മാത്രമല്ല നമ്മളിലെ ഓരോരുത്തർക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ് SNDP യോഗം. ഈ അവസരത്തിൽ നമ്മുടെ SNDPയുടെ അമരക്കാരനായി മാറിയ ശ്രീ വെള്ളാപ്പള്ളി അവർക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ ഗുരുദേവ ചരണങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.